വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ് ബി.ജെ.പിയും മോദിയും ഇവിടെ പ്രചാരണ പരിപാടികൾ തുടക്കമിട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ തുടങ്ങിയിരിക്കുന്നു ആ പ്രചാരണം എന്നുള്ളതാണ്. അവിടെ വെച്ച് തന്നെ ഈ നടന്മാരെയൊക്കെ അക്ഷതം പിടിപ്പിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതിൽ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഈ കൊച്ചിയിൽ വന്ന ശേഷമുള്ള പ്രസംഗം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ സംസാരിക്കുമ്പോൾ ആദ്യം ഇവിടുത്തെ നേട്ടങ്ങൾ, പദ്ധതികൾ ഇതൊക്കെ വിവരിക്കുന്നു. അതിൻ്റെ അടുത്ത ഘട്ടമാണ് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് എന്താണ് യഥാർത്ഥ ഉദ്ദേശം, എന്താണ് ഈ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യഥാർത്ഥ ദൗത്യം എന്നുള്ളത് പറയുന്നത്. ഈ 22-ാം തീയതി ശ്രീരാമ ജ്യോതി തെളിക്കണം, എല്ലാ വീടുകളിലും രാമജ്യോതി തെളിച്ചെന്ന് ഉറപ്പുവരുത്തണം, ഈ സന്ദേശം എല്ലാ വീടുകളിലും എത്തണം. ഈ ബൂത്തുകളിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഈ ഓരോ വീടുകളിലും എത്തുക, ഈ വീടുകളിൽ രാമജ്യോതി തെളിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക, എല്ലാ വീടുകളിലും സന്ധ്യയിൽ രാമനാമം ജപിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കണം, ക്ഷേത്രങ്ങൾ വൃത്തിയാക്കണം തുടങ്ങിയ ആഹ്വാനമൊക്കെയാണ് നടത്തുന്നത്. ഇവിടെ എല്ലാ വീടുകളിലും ഹൈന്ദവ വീടുകളിൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താറുണ്ട്. അതിപ്പോൾ മോദി വന്ന് ഇവിടെ പറയേണ്ട കാര്യമല്ല. ഇവിടെ നല്ല രീതിയിൽ തന്നെ രാമായണ മാസം ആചരിക്കാറുണ്ട് അല്ലേ? രാമായണ മാസം സെക്യുലറായി ആചരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥനയുടെ ദിനങ്ങൾ നീക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ബി.ജെ.പി. വിഭാവനം ചെയ്ത രാമനെയാണ് ഇവിടെ ആചരിക്കുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, അതായത് ഞങ്ങൾ കൊണ്ടുവരുന്നു, ഞങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ പ്രമുഖരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇവിടെ രാമായണ യജ്ഞം ഒരു വശത്ത്, മറ്റൊരു ഭാഗത്ത് ബാങ്ക് വിളി അല്ലേ, അതെല്ലാം കൃത്യമായി നടക്കുന്ന സ്ഥലമാണ്. വളരെ സെക്യുലറായ സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുവരുന്ന രാമനെ ഇവിടെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് ഇവിടെ ഫലം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോദിയുടെ ഗ്യാരണ്ടി ഫലം ചെയ്യുന്നപ്പോൾ ഈ 4000 കോടിയുടെ പദ്ധതി ഒരു വലിയ പദ്ധതിയാണ്, സമ്മതിക്കുന്നു. അതേസമയം നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ കാര്യങ്ങൾ നടപ്പാക്കേണ്ട കാര്യങ്ങളിൽ നമുക്ക് കിട്ടേണ്ട വിഹിതം നൽകുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല.